രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ടിൽ കുറച്ച് അധിക ദിവസമായിട്ടൊരു വലിയ കൊറിയർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് ഞാൻ 3 വലിയ ബേസിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ സഹായത്തിന് വരുന്ന ചേച്ചി എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന കാര്യമാണ്, മക്കളൊരു വലിയ ഒരു ബക്കറ്റോ പാത്രമോ മേടിക്കുന്നുള്ളത്. എനിക്ക് തന്നെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഞാൻ നേരെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ABC ജ്യൂസ് ഐസ് ക്യൂബ്സ് ഒരു ട്രൈ കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിലൊരിക്കലും സംക്രാന്തിക്കൊക്കെ കുടിക്കുന്ന കാരണം ഒന്നും വിസിബിൾ അല്ല. അപ്പോൾ റവ പുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ വേഗം കൊടുത്ത് അതേ കാശുകൂട്ടിനെ ആദ്യം കുളിപ്പിക്കാൻ നിൽക്കുകയാണ്. ഒരെണ്ണം ഞാൻ പിള്ളേരെ കുളിപ്പിക്കാനും 2 എണ്ണം ചേച്ചിക്ക് വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അലക്കാനും പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതേ വേഗം കുളിക്കാൻ പോകണം. കുളിക്കാൻ വലിയ മടി കാര്യങ്ങളൊന്നും നമ്മുടെ 3 പിള്ളേർക്കും ഇല്ല. തല കുളിക്കുമ്പോഴും 3 പേർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. ആ ഒരു സംഭവ വികാസം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ചെക്കനെ ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചേച്ചി അമ്മയിലേക്ക് കിടക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വെളിച്ചെണ്ണൊന്നും പരട്ടണമൊന്നും മാഷാത്തിക്ക് ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതേ വെളിച്ചെണ്ണൊക്കെ നന്നായിട്ട് പരട്ടിച്ച് ഇനിയിപ്പോൾ അതേ അവളെ കുളിപ്പിക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഹാളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിടാണ്. കാശിക്കുട്ടൻ എപ്പോഴും അതേ ഈ താഴെ ഇങ്ങനെയൊക്കെ ഇടുന്ന സുഖം പിടിക്കൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതേ അവിടെ എത്ര വൃത്തികേടാണെങ്കിലും അവൻ അവിടെ കിടന്ന് ആറുമാതിച്ചോളും. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് പാറുട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ കണ്ടത്. ഇതൊരുപാട് കാലം പഴക്കമുള്ള കൂതറ ഡ്രസ്സാണ്. പക്ഷെ എന്നാലും അവൾ അതന്നെ ഇടുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിലുണ്ടാവും ഇതേപോലത്തെ ഒരു ഐറ്റം. പക്ഷെ പണ്ട് ഞാനും ഇങ്ങനെ ഇരുന്നോട്ടോ. എനിക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എവിടെ പോകുമ്പോഴും ഞാൻ ആ ഡ്രസ്സ് മാത്രം ഇടത്തുള്ളൂ. എക്സാം ടൈമിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കിച്ചൺ സെറ്റിൽ കളിക്കുകയാണ്. ആക്ച്വലി നല്ല രസമാണ്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ടാഗ് ചെയ്തു.